നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പത്തനംതിട്ട മാലക്കരയിൽ മതിലിടിഞ്ഞു വീണ് 2 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചത് അതിഥി തൊഴിലാളികൾ. റൈഫിൾ ക്ലബിന്റെ നിർമ്മാണത്തിൽ ഇരുന്ന മതിലാണ് ഇടിഞ്ഞു വീണത്. കോഴിക്കോട് പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ വൃദ്ധൻ അറസ്റ്റിലായത് വിലങ്ങാട് സ്വദേശി 72-കാരൻ കുഞ്ഞിരാമൻ. നെയ്യാറ്റിൻകരയിൽ 11 വയസ്സുകാരിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ രണ്ടാനച്ഛൻ പിടിയിൽ. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വാഹനാപകടത്തിൽ 18-കാരൻ മരിച്ചത് മലപ്പുറം ചങ്ങരംകുളം സ്വദേശി റാഷിദ്. അപകടം സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ സഹയാത്രികന് പരിക്ക്. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ മുറിവിൽ നിന്ന് പുഴു അരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ആനയ്ക്ക് ചികിത്സ നൽകിയത് 2 ആഴ്ച മുമ്പ്. പത്തനംതിട്ട തണ്ണിത്തോട് ജനവാസ മേഖലയിൽ തമ്പടിച്ച് കാട്ടാന. തൃശൂർ എടത്തിരിഞ്ഞി പോത്താനി ശിവക്ഷേത്രത്തിൽ ആനയിടഞ്ഞു. പാലക്കാട് ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു. മരിച്ചത് ഉപ്പുംപാടം സ്വദേശിനി ചന്ദ്രിക. ഭർത്താവ് രാജന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് പോലീസ്. മൂന്നാറിലെത്തുന്നവർക്ക് ഇനി ഡബിൾ ഡക്കർ ബസ്സിൽ കാഴ്ചകൾ ആസ്വദിക്കാം. സംവിധാനമൊരുക്കി KSRTC. മ്യൂസിക് സിസ്റ്റവും കുടിവെള്ളവും ലഘുപാനീയങ്ങളും തയ്യാർ. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. പത്തനംതിട്ട മാലക്കരയിൽ മതിലിടിഞ്ഞു വീണ് 2 പേർ മരിച്ചു. റൈഫിൾ ക്ലബിന്റെ കോമ്പൗണ്ടിൽ നിർമ്മാണത്തിലിരുന്ന മതിലാണ് ഇടിഞ്ഞു വീണത്. നിർമ്മാണ പ്രവർത്തനം നടത്തുകയായിരുന്ന അതിഥി തൊഴിലാളികളാണ് മരിച്ചത്. ബീഹാർ സ്വദേശി ഗിഡു കുമാർ, പശ്ചിമ ബംഗാൾ സ്വദേശി രതൻ മണ്ഡൽ എന്നിവരാണ് മരിച്ചത്. കോഴിക്കോട് പ്രായപൂർത്തിയാവാത്ത വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ വൃദ്ധൻ അറസ്റ്റിൽ. വിലങ്ങാട് സ്വദേശി കുഞ്ഞിരാമൻ എന്ന 72-കാരനാണ് പിടിയിലായത്. വിദ്യാർത്ഥിനിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി നിർമ്മാണത്തിലിരിക്കുന്ന വീടിനകത്തെത്തിച്ചാണ് ലൈംഗികാതിക്രമം നടത്തിയത്. പീഡന വിവരം വിദ്യാർത്ഥിനി വീട്ടിലെത്തി രക്ഷിതാക്കളെ വിവരമറിയിക്കുകയായിരുന്നു. വളയം CI EV ഫായിസ് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നെയ്യാറ്റിൻകര വെള്ളറടയിൽ 11 വയസ്സുകാരിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ രണ്ടാനച്ഛൻ പിടിയിൽ. പത്തനംതിട്ട സ്വദേശിയാണ് പിടിയിലായത്. ചൈൽഡ് ലൈൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതി പിടിയിലായത്. കൊച്ചി പാലാരിവട്ടത്ത് ട്രാൻസ് യുവതിയെ നടു റോഡിൽ യുവാവ് കമ്പി വടികൊണ്ട് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. കാക്കനാട് വാഴക്കാലയിൽ താമസിക്കുന്ന ഏഞ്ചലിനാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. ആക്രമത്തിൽ ഏഞ്ചലിന്റെ കൈക്ക് പൊട്ടലുണ്ട്. പാലാരിവട്ടം മെട്രോ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് സംഭവം നടന്നത്. പാലാരിവട്ടം പോലീസ് കണ്ടാൽ അറിയാവുന്ന 2 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പാലാരിവട്ടത്ത് താമസിക്കുന്ന ബന്ധുവിനെ കണ്ടതിന് ശേഷം തിരികെ താമസ സ്ഥലത്തേക്ക് പോകാനായി മെട്രോ സ്റ്റേഷന് സമീപത്ത് സുഹൃത്തിനെ കാത്തു നിൽക്കുമ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്. 3 തവണയായി ക്രൂരമായി മർദ്ദിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ അവിടെ നിന്നിരുന്ന ഊബർ വാഹനത്തിന് അടുത്തേക്ക് പോവുകയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരാണ് അക്രമിയെ തടയുകയും ചെയ്തിരുന്നത്. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ ഉണ്ടായ വാഹനാപകടത്തിൽ 18-കാരൻ മരിച്ചു. മലപ്പുറം ചങ്ങരംകുളം സ്വദേശി റാഷിദാണ് മരണപ്പെട്ടത്. സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടം സംഭവിച്ചത്. കൂടെ യാത്ര ചെയ്ത മറ്റൊരാൾക്കും പരിക്കേറ്റു. മണൽ ഖനനം അനുവദിക്കില്ല എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് കൊല്ലത്ത് CITUവിൻ്റെ നേതൃത്വത്തിൽ കടലിൽ സമരം നടത്തി. കടൽ കുത്തകകൾക്ക് തീരെഴുതാനുള്ള നയത്തിന്റെ ഭാഗമാണ് കടൽ മണൽ ഖനനമെന്നും കേരള തീരം ഖനനം ചെയ്യാൻ അനുവദിക്കില്ലെന്നും CITU സംഘടിപ്പിച്ച കടൽ സംരക്ഷണ ശൃംഖല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MA ബേബി പറഞ്ഞു. സമരത്തിൽ 100-ൽ പരം ബോട്ടുകളിലായി മത്സ്യത്തൊഴിലാളികളും അണിനിരന്നു. കേരളത്തിൽ ചാവക്കാടും പൊന്നാനിയും പിന്നെ വർക്കല മുതൽ അമ്പലപ്പുഴ വരെ നീണ്ടുകിടക്കുന്ന 85 കിലോമീറ്റർ ദൈർഘ്യമുള്ള കൊല്ലം പരപ്പുമാണ് കടൽ മണൽ ഖനനത്തിനായി തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ട ഖനനത്തിന് ലക്ഷ്യമിടുന്ന കൊല്ലം പരപ്പിൽ നിന്നും ഏകദേശം 300 ദശലക്ഷം ടൺ മണ്ണാണ് എടുത്തുമാറ്റാൻ നീക്കം. ഇത് കടലിന്റെ ആവാസ വ്യവസ്ഥയെ തകർക്കുമെന്നും മത്സ്യസമ്പത്തിനെ ഇല്ലാതാക്കുമെന്നുമാണ് മത്സ്യത്തൊഴിലാളികളും മത്സ്യത്തൊഴിലാളി സംഘടനകളും ഉയർത്തുന്ന ആശങ്ക. ഖനനത്തിനെത്തുന്നവർ കുളച്ചൽ യുദ്ധം ഓർക്കണമെന്ന് CITU സംഘടിപ്പിച്ച കടൽ സംരക്ഷണ ശൃംഖല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MA ബേബി പറഞ്ഞു. മനുഷ്യന് മേല് പ്രകൃതിക്ക് മേൽ ലാഭത്തെ പ്രതിഷ്ഠിക്കുക. ലാഭം കിട്ടുമെന്നുണ്ടെങ്കിൽ പൊന്മുട്ടയിടുന്ന താറാവിനെയും കൊണ്ടിരിക്കുക. ആ സമീപനമാണ് ഇവർ ചെയ്യാൻ പോകുന്നത്.
തീരദേശമുള്ള സംസ്ഥാനങ്ങളോട് ചർച്ച ചെയ്യാതെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തതെന്നും CITU ആരോപിച്ചു. ഖനനം ചെയ്യാൻ എത്തുന്നവർക്ക് മത്സ്യത്തൊഴിലാളികളെ കേരള തീരത്ത് നേരിടേണ്ടി വരുമെന്നും നേതാക്കൾ പറഞ്ഞു. ഫെബ്രുവരി 28-നാണ് കടൽമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ പൂർത്തിയാകുന്നത്. കടൽ ഖനനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് നൂറുകണക്കിന് മത്സ്യബന്ധന യാനങ്ങൾ CITUവിന്റെ നേതൃത്വത്തിൽ കടലിൽ നിരന്നു. ഖനനം ഉപേക്ഷിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി നീങ്ങുമെന്ന് മുന്നറിയിപ്പുമുണ്ടായി. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിന് സമീപം മരണ വീട്ടിൽ ബന്ധുക്കൾ തമ്മിലുണ്ടായ തർക്കം പരിഹരിക്കാൻ എത്തിയ പോലീസിന്റെ മർദ്ദനത്തിൽ യുവാവിന് ഗുരുതര പരിക്ക്. തർക്കം സംഘർഷത്തിലേക്ക് വഴിമാറാതിരിക്കാൻ പോലീസിനെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയ യുവാവിനാണ് പോലീസ് നടപടിയിൽ സാരമായി പരിക്കേറ്റത്. അതേസമയം മരണ വീട്ടിൽ സംഘർഷം ഉണ്ടാകാതിരിക്കാൻ ലാത്തി വീശിയതാണെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഡൊമസ്റ്റിക് എയർപോർട്ടിന് സമീപം ചിത്രനഗറിൽ കഴിഞ്ഞ 2-ാം തീയതി രാത്രിയാണ് മരണ വീട്ടിൽ ബന്ധുക്കൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായത്. തർക്കം രൂക്ഷമായതോടെ ചിത്രനഗർ സ്വദേശിയായ ദത്തൻ ജയനും സുഹൃത്തും ചേർന്ന് പോലീസിനെ വിളിച്ചു. പിന്നീട് സംഭവിച്ചതാകട്ടെ ഇങ്ങനെ. പോലീസുകാർ വന്നു ആലോചിച്ച് നോക്കണം, നമ്മളാണ് പോലീസിനെ വിളിക്കുന്നത്, ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. വിളിച്ച സമയത്ത് പോലീസുകാർ വന്ന് എല്ലാരും കലങ്ങും വിലങ്ങും അടിച്ചു ഓട്ടിച്ച് അത് ഞാൻ റോഡിൽ നിൽക്കിയിരുന്നു. എന്നെ വിളിച്ച് മുടുക്കിൽ കൊണ്ടുപോകുന്നതാണ് ഉപദ്രവിച്ചത്. നീ എന്തിന്? ഞാൻ പറയുന്നത് നമ്മളാണ് പോലീസിനെ വിളിച്ചത് എന്ന് പറഞ്ഞപ്പോൾ നീ എന്തിനു വിളിക്കണം എന്ന് പറഞ്ഞ് തള്ളക്കും വിളിച്ച് തെറിയും വിളിച്ച് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. ഞാൻ പറഞ്ഞു സാറേ എന്റെ അച്ഛൻ ഇങ്ങനെ അകത്ത് നിൽക്കുകയാണ്, നീ ഓർഡറാന്ന് പറഞ്ഞു. നഗരത്തിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ദത്തൻ. തന്നെ അകാരണമായി മർദ്ദിച്ച വലിയുതറ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുകയാണ് യുവാവ്. അതേസമയം സംഘർഷാവസ്ഥയുണ്ടെന്ന് പറഞ്ഞ് തുടർച്ചയായി ഫോൺ കോളുകൾ വന്നതിനാലാണ് ചിത്രനഗറിലെ മരണ വീട്ടിൽ എത്തിയതെന്നാണ് പോലീസിന്റെ വിശദീകരണം. സംഘർഷം ഒഴിവാക്കാനാണ് ലാത്തി വീശി സ്ഥലത്തുണ്ടായിരുന്നവരെ വിരട്ടിയോടിച്ചതെന്നും വലിയുതറ പോലീസ് പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം പുന്നക്കാട് നൈനാകോണത്ത് ശ്രീകാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ കവർച്ച. ക്ഷേത്രഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. ക്ഷേത്രത്തിൽ കവർച്ച നടക്കുന്നത് 2 മാസത്തിനിടയിൽ ഇത് 3-ാം തവണയാണ്. പ്രതിയുടെ CCTV ദൃശ്യം സഹിതം പരാതികൾ നൽകിയിട്ടും പോലീസ് നിഷ്ക്രിയമെന്നാണ് ഭാരവാഹികളുടെ ആക്ഷേപം. 2 മാസത്തിനിടയിൽ ക്ഷേത്രത്തിൽ 3-ാം തവണയാണ് മോഷണം നടക്കുന്നത്. കവർച്ച നടത്തുന്ന CCTV ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയിട്ടും പ്രതിയെ പിടികൂടാനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. പൂജയ്ക്കായി നട തുറന്നപ്പോഴാണ് കാണിക്കാവഞ്ചിയുടെ പൂട്ട് പൊട്ടിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ആഴ്ച മുമ്പ് നടന്ന കവർച്ചാ ശ്രമത്തിനിടയിൽ നാഗരുടെ വിഗ്രഹം ഉൾപ്പെടെ പ്രതി നശിപ്പിച്ചിട്ടായിരുന്നു കടന്നുകളഞ്ഞത്. 3 മാസത്തിന് മുന്നേയും ഈ വ്യക്തി തന്നെയാണ് വന്ന് കവർച്ച നടത്തിയത്. അന്ന് എല്ലാ കാണിക്കവഞ്ചികളും പൊട്ടിച്ച് 10,000-ൽ കൂടുതൽ രൂപ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിൽ വന്ന് പൂജയുടെ സമയത്ത് വന്ന് നോക്കിയ സമയത്താണ് ഇങ്ങനെ മെയിൻ കാണിക്കവഞ്ചി പൊട്ടിച്ചിരിക്കുന്നത്. മെയിൻ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി പൊട്ടിച്ചതായിട്ട് കണ്ടത്. കാണിക്കാവഞ്ചിയിൽ നിന്ന് ഏകദേശം 15,000-ഓളം രൂപയും കാഴ്ചദ്രവ്യങ്ങളും കള്ളൻ കൊണ്ടുപോയി. ബാലരാമപുരം പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പരിശോധന നടത്തി. കഴിഞ്ഞ 2 തവണയും ഇത്തരത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പോയതല്ലാതെ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ മോഷ്ടാവ് തമിഴ്നാട് സ്വദേശിയാണെന്ന് കണ്ടെത്തിയെന്നും എന്നാൽ ഇയാൾ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഉപയോഗിക്കാത്തതാണ് പിടികൂടാൻ പ്രതിസന്ധിയാകുന്നതെന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ പ്രതിയെ എത്രയും വേഗം പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് നെയ്യാറ്റിങ്കര DYSPക്ക് ക്ഷേത്ര ഭാരവാഹികൾ പരാതി നൽകി കാത്തിരിക്കുകയാണ്. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. അതിരപ്പള്ളിയിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ മസ്തകത്തിൽ നിന്ന് പുഴു അരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്ത്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആന നിരീക്ഷണത്തിലെന്നുമാണ് വനം വകുപ്പിന്റെ വിശദീകരണം. 2 ആഴ്ച മുമ്പാണ് അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് മയക്കുവെടിവെച്ച് ചികിത്സ നൽകിയത്. ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ. ആന പുഴയിൽ വെള്ളം കുടിക്കാനെത്തിയപ്പോൾ പകർത്തിയ പുതിയ ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചത്. ദൃശ്യങ്ങളിൽ പുഴുവരിക്കുന്നത് കാണാം. എന്നാൽ മുറിവിന് ആഴമുണ്ടെന്നും ഉണങ്ങാൻ സമയമെടുക്കും എന്നുമാണ് വനം വകുപ്പിന്റെ വിശദീകരണം. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ആന വെള്ളം കുടിക്കാനും തീറ്റയെടുക്കാനും സ്ഥിരമായി പുഴയോരത്ത് എത്തുന്നുണ്ട്. 2 ആനകൾ തമ്മിൽ കൊമ്പ് കോർത്തപ്പോൾ ഉണ്ടായ മുറിവാണെന്നും നിലവിൽ സാധ്യമായ മികച്ച ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വനം വകുപ്പ് പ്രതികരിച്ചു. ന്യൂസ് 18 തൃശൂർ. പത്തനംതിട്ട തണ്ണിത്തോട് കാട്ടാനയും കുട്ടിയാനയും ജനവാസ മേഖലയ്ക്ക് സമീപം തുടരുകയാണ്. വെള്ളിയാഴ്ച രാത്രി മുതലാണ് കല്ലാറ്റിന് സമീപം കാട്ടാന നിലയുറപ്പിച്ചത്. തണ്ണിത്തോട് മൂഴി ഇലവുങ്കലിന് സമീപം കല്ലാറ്റിലാണ് പിടിയാന നിലയുറപ്പിച്ചത്. ഇന്ന് പുലർച്ചെ ആന കാട് കയറിയെങ്കിലും രാവിലെ തിരികെ എത്തി.
കുട്ടിയാനയുമായി എത്തിയ പിടിയാന റോഡിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് വനപാലകർ പടക്കം പൊട്ടിച്ച് വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. പിടിയാനയ്ക്കും കുട്ടിയാനയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് നിരീക്ഷണത്തിന് ശേഷം വനപാലകർ അറിയിച്ചു. നിലവിലത് കാട് കയറി. ഇപ്പോൾ രാവിലെ തന്നെ ഒരു 3 തവണ ഇത് കാട്ടിൽ നിന്ന് ഇറങ്ങി ജനവാസമേഖല അടുത്തുവരെ എത്തി. നമ്മൾ അതിനെ ബഹളം വെച്ചും പിന്നെ ദൂരമാറി പടക്കം പൊട്ടിച്ചു നമ്മൾ കടുപാട് സൗണ്ടൊക്കെ ഉണ്ടാക്കി തിരിച്ചു കയറ്റി. ഒരു 10-15 മിനിറ്റ് വീണ്ടും കാട്ടിൽ വീണ്ടും ഈ കുട്ടിയായിട്ട് വീണ്ടും മാറ്റി വന്നിട്ട് വെള്ളം കുടിച്ചിട്ട് നേരെ ജനവാസമേഖലയ്ക്ക് അടുത്താണ് വരുന്നത്. ഇപ്പോൾ വീണ്ടും 3 തവണ ഇറങ്ങി ഇപ്പോൾ വീണ്ടും കാട്ടിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മളിപ്പം നമ്മുടെ കോന്നി RRT സംഘം എത്തിയിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഉടനെ വരും. നമുക്ക് എന്തായാലും ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ സുരക്ഷിതമാണ്. ആന വെള്ളത്തിൽ തന്നെ തുടരുന്നതിനാൽ തുടർ നടപടികളിലേക്ക് കടക്കാൻ വനംവകുപ്പിന് പ്രയാസമുണ്ട്. വനപാലക സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് ആന ഇപ്പോൾ. ന്യൂസ് 18 പത്തനംതിട്ട. തൃശൂർ എടത്തിരിഞ്ഞി പോത്താനി ശിവക്ഷേത്രത്തിൽ ആന ഇടഞ്ഞു. ആറാട്ട് നടക്കുന്നതിനിടെയാണ് തടത്താവിള ശിവ എന്ന ആന ഇടഞ്ഞത്. ആനപ്പുറത്തുണ്ടായിരുന്നയാൾ തൊട്ടടുത്തുണ്ടായിരുന്ന കെട്ടിടത്തിന്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടു. മണ്ണൂത്തി ദേശീയപാതയിൽ ബസ്സിടിച്ച് മ്ലാവ് ചത്തു. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന മ്ലാവിനെ തൃശൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സാണ് ഇടിച്ചത്. പാലക്കാട് ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊന്നു. ഉപ്പുംപാടത്ത് താമസിക്കുന്ന ചന്ദ്രികയാണ് മരിച്ചത്. ഭർത്താവ് രാജന് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പാലക്കാട് ഉപ്പുംപാടത്ത് ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് ദാരുണമായ സംഭവം. വീട്ടിനകത്ത് വെച്ച് ഭാര്യയോട് വഴക്കിട്ട രാജൻ കത്തികൊണ്ട് കുത്തുകയായിരുന്നു. ശബ്ദം കേട്ട് മുകളിലത്തെ നിലയിൽ നിന്നും താഴെയെത്തിയ മകളാണ് അമ്മയും അച്ഛനും ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ടത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചന്ദ്രികയെ രക്ഷിക്കാനായില്ല. ഭാര്യയെ കുത്തിയ ശേഷം രാജൻ പിന്നീട് സ്വയം പരിക്കേൽപ്പിച്ചതാകാമെന്നാണ് പോലീസ് കരുതുന്നത്. 1.5 വർഷം മുമ്പ് രാജൻ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു. ചന്ദ്രികയുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മാനസിക പ്രശ്നങ്ങളുള്ള രാജൻ ഇതിനു മുമ്പും ചന്ദ്രികയെ ആക്രമിച്ചിട്ടുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ ഭർത്താവ് രാജനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തോലന്നൂർ സ്വദേശികളായ കുടുംബം ഉപ്പുംപാടത്തെ വാടക വീട്ടിലേക്ക് മാറിയിട്ട് 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടരുകയാണ്. ന്യൂസ് 18 പാലക്കാട്. പ്രായം തളർത്താത്ത ഫുട്ബോൾ ആവേശവുമായി രാജ്യത്തിന്റെ അഭിമാന താരങ്ങൾ ഇന്നലെ വീണ്ടും ഇറങ്ങി. തിരുവനന്തപുരത്തെ പോലീസ് മൈതാനത്ത് കേരള പോലീസ് ഫുട്ബോൾ ടീമിന്റെ 40ാം വാർഷികത്തിന്റെ ഭാഗമായായിരുന്നു കേരളത്തിന്റെ പ്രിയതാരങ്ങൾ വീണ്ടും പന്ത് തട്ടിയത്. ബോട്ട് മുറുക്കി ഒരിക്കൽ കൂടി ആ മൈതാനത്തിറങ്ങിയപ്പോൾ എന്തെല്ലാം ഓർമ്മകളായിരുന്നിരിക്കണം അവരുടെ മനസ്സിലോടിയെത്തിയത്. തിങ്ങി നിറഞ്ഞ ഗാലറികൾ, ആർത്തിരമ്പുന്ന ആരാധക കൂട്ടം, ഒപ്പം കളിച്ച് ജീവിതത്തിന്റെ പാതി വഴിയിൽ ബോട്ടഴിക്കേണ്ടി വന്ന VP സത്യനെ പോലുള്ള കൂട്ടുകാർ, പരിശീലകർ. വിജയനെയും ഷറഫിലെയും തോബിയാസിനെയും ചാക്കോയെയും ഒക്കെ ഇന്ത്യൻ ഫുട്ബോളിന് സമ്മാനിച്ചത് ആ പഴയ പോലീസ് ടീമാണ്. ഏത് കൊലകൊമ്പനെയും മുട്ടുകുത്തിക്കുന്ന, ആരോടും ഏറ്റുമുട്ടാൻ ഭയമില്ലാത്ത ഫുട്ബോൾ കരുത്ത്. പ്രായം കാലുകളുടെ വേഗത്തിന് പൂട്ടിട്ടെങ്കിലും പ്രതിഭയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ ഒരു കാലത്തിനും കഴിയില്ലെന്നതിന് ഇന്നലത്തെ കളിയും സാക്ഷി. ത്രസിപ്പിക്കുന്ന ഓർമ്മകളാണ് ഓരോരുത്തർക്കും ഇന്നും ആ പഴയ കാലം. ഇടയ്ക്കിടയ്ക്ക് കളിക്കാറുണ്ട്. നമ്മൾ ലാസ്റ്റ് പ്രസിന്റെ കളി കളിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് എല്ലാ പ്ലേയേഴ്സും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ 40ാം വർഷം. എല്ലാവരും പ്രായമായിട്ടുള്ളവരാണ്. ഒരു രസം കളിക്കാൻ ഓർത്തു. പഴയ ഓർമ്മകൾ ഈ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ ആറ് വൈബാണ്. കാരണം അന്നത്തെ 84 86 86 വന്ന ആ ഓർമ്മകൾ. ഞങ്ങൾ 40ാം വർഷം ആഘോഷിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഓർമ്മകൾ പുതുക്കുന്ന ഞങ്ങൾ കളിച്ചു തുടങ്ങുന്ന ഈ ഗ്രൗണ്ടിൽ തന്നെ കളിക്കാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയൊരു അഭിമാനമാണ്. ഇവിടെ നിന്ന് കളിച്ച് ബൈറ്റാണ് ഞങ്ങൾ ഓരോ ലെവലിലോട്ട് എത്തിയത്. അപ്പോൾ അത് ഞങ്ങൾ എല്ലാ പ്ലേയേഴ്സിനും അത് വലിയൊരു എനർജി തന്നെയായിരുന്നു. പോലീസ് എടുത്ത് നമ്മൾ 87-ലെ നെഹ്റു കപ്പ് തൊട്ട് ഓർമ്മ വരിക. ഹംഗറിയുമായിട്ടുള്ള കളികളൊക്കെയാണ് ഓർമ്മ വരുന്നത്. അന്ന് ഗോൾ പോസ്റ്റിന്റെ അവിടെയൊക്കെ പുല്ലില്ലായിരുന്നു. ഇന്ന് പുല്ലൊക്കെ ഇപ്പം ഡൈവ് ചെയ്യാനൊക്കെ തോന്നുന്നു. പക്ഷേ ഡൈവ് ചെയ്യാൻ തോന്നുന്നെങ്കിലും ബോഡി അനുവദിക്കുന്നില്ല. എന്നാലും കളിക്കണമെന്നുള്ളൊരു ആവേശമാണ്. പോലീസ് ടീമിനെ നേരിട്ട കേരള 11-ൽ കളിച്ചതും
ഇന്ത്യൻ ഫുട്ബോളിലെ മഹാരഥന്മാരുടെ സംഘമായിരുന്നു. ഒരുപാട് ഇന്ത്യൻ താരങ്ങളെ സംസ്ഥാന താരങ്ങളെ സംഭാവന ചെയ്ത ടീമാണ് പോലീസ്. അപ്പം ഇതുപോലുള്ള ടീമുകൾ ഇനിയും വളർന്നു. നമ്മുടെ ടീം ഇപ്പം കുറച്ച് ഇതിലാണ്. അപ്പം എല്ലാ ടീമുകളും ഡിപ്പാർട്ട്മെന്റ് ടീമുകൾ ഇനിയും വളർന്നാൽ തന്നെ കേരളത്തിന് കൂടുതൽ ഇപ്പോൾ നാഷണൽ ഗെയിംസിലെ വിജയത്തെ നല്ല വിജയമാണ്. അപ്പോൾ കൂടുതൽ താരങ്ങൾ വളർന്നു വരാൻ എല്ലാവിധ സപ്പോർട്ടും കൊടുക്കട്ടെ ഗവൺമെന്റ്. നമ്മളൊക്കെ വേറൊരു സ്റ്റേജിൽ കളിച്ച ആൾക്കാരല്ലേ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആലോചിക്കുന്ന വിധത്തിലുള്ള ബോഡി മൂവ്മെന്റ്സ് കിട്ടില്ല. ഞാനൊക്കെ എക്സെപ്ഷനലാണ് ശരിക്കും പറയണമെങ്കിൽ. ഇപ്പോഴത്തെ പിള്ളേരെ വെച്ച് നോക്കണമെങ്കിൽ ഞാനൊക്കെ എക്സെപ്ഷനല്ല. ഞാനൊക്കെ ഗ്രൗണ്ടിൽ ഇറങ്ങാനും കൂടെ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കേണ്ടതാണ്. പത്മശ്രീ നേടിയ IM വിജയനെയും പോലീസ് ടീം മുൻ പരിശീലകനായിരുന്ന AM ശ്രീധരനെയും ഗബ്രിയേൽ ജോസഫിനെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്തിൻ്റെ അഭിമാന താരങ്ങൾ ഇങ്ങനെ വീണ്ടും വയസ്സൊക്കെ മറന്ന് പന്ത് തട്ടുമ്പോൾ കാണുന്നത് തന്നെ വേറൊരു സന്തോഷം നൽകുന്നൊരു കാഴ്ചയാണ്. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇനി ഡബിൾ ഡെക്കറിൽ യാത്ര ചെയ്ത് കാഴ്ചകൾ കാണാം. മുകൾ വശത്തും ഇരുവശങ്ങളിലും ഗ്ലാസ് പാനലുകൾ കൊണ്ടാണ് നിർമ്മാണം. പ്രകൃതി മനോഹര കാഴ്ചകളാൽ സമ്പന്നമായ മൂന്നാർ. ഈ കാഴ്ചകൾ സഞ്ചാരികളിലേക്ക് എത്തിക്കാൻ പുതിയ സൗകര്യമൊരുക്കിയിരിക്കുകയാണ് KSRTC. മനോഹരമായി രൂപകൽപ്പന ചെയ്ത ഡബിൾ ഡെക്കർ ബസ് ഇനി മൂന്നാറിൽ സഞ്ചാരികൾക്കായി ഉണ്ടാകും. ബസ്സിനുള്ളിലിരുന്ന് തന്നെ പുറത്തെ കാഴ്ചകൾ പൂർണ്ണമായി കാണാനാകുമെന്നതാണ് പ്രത്യേകത. മുകൾ വശത്തും ഇരുവശങ്ങളിലും ഗ്ലാസ് പാനലുകളാണ്. മുകളിൽ 38 സീറ്റും താഴെ 12 സീറ്റുമുണ്ട്. മ്യൂസിക് സിസ്റ്റവും സജ്ജീകരിച്ചിട്ടുണ്ട്. കുടിവെള്ളവും ലഘുപാനീയങ്ങളും ബസ്സിൽ ലഭിക്കും. റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ടൂറിസത്തിന് മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ. മൂന്നാറിലേക്ക് നിലവിൽ KSRTC നടത്തുന്ന ഉല്ലാസയാത്ര സർവീസുകളും സൈറ്റ് സീയിങ് സർവീസുകളും വലിയ ജനപ്രീതി നേടിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നഗരക്കാഴ്ചകൾ എന്ന പേരിൽ ആരംഭിച്ച ഓപ്പൺ ഡബിൾ ഡെക്കർ സർവീസുകൾ ഏറെ ജനപ്രീതി നേടിയിരുന്നു. ഇതേ മാതൃകയിലാണ് മൂന്നാറിലെ സഞ്ചാരികൾക്കായി KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്. ന്യൂസ് 18 മൂന്നാർ. ഗുരുവായൂർ പാലം കടവ് നവീകരിക്കാൻ പദ്ധതിയായി. ഇറിഗേഷൻ വകുപ്പാണ് മേൽനോട്ടം വഹിക്കുന്നത്. കടപ്പുറം ഒരുമനയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ നടപ്പാലം. 100 കണക്കിന് ആളുകൾ ദിവസവും ആശ്രയിച്ചിരുന്ന പാലം കാലപ്പഴക്കം മൂലം ദ്രവിച്ച് ഉപയോഗശൂന്യമായി. പാലം വഴിയുള്ള യാത്രയ്ക്ക് നിരോധനവും ഏർപ്പെടുത്തി. ഇതോടെ ആളുകൾ ഒരുമനയൂരിൽ എത്തണമെങ്കിൽ ഏറെ ദൂരം ചുറ്റിക്കറങ്ങണം. എന്നാൽ ഈ സ്ഥിതിക്ക് മാറ്റം വരികയാണ്. പാലം കടവ് നവീകരിക്കാൻ പദ്ധതിയായി. പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങും. പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി 18.6 ലക്ഷം രൂപ ചെലവ് കണ്ടു. ആ തുക MLA ഫണ്ടിൽ നിന്ന് അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പാലത്തിന്റെ സിവിൽ വർക്കുകൾ പൂർത്തിയാക്കിയാൽ നിർമ്മാണ പ്രവർത്തനം, നവീകരണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. MLA ഫണ്ടിൽ നിന്ന് 18.5 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. നവീകരണം പൂർത്തിയാകുന്നതോടെ കടപ്പുറം ഒരുമനയൂർ പഞ്ചായത്തുകളിലെ യാത്രാക്ലേശം പരിഹരിക്കാനാകും എന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 ഗുരുവായൂർ. പട്ടാമ്പി നേർച്ചയുടെ ചരിത്രം വിളിച്ചോതി ഫോട്ടോ പ്രദർശനം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രദർശനം ഒരുക്കിയത്. പട്ടാമ്പിയുടെ ദേശീയോത്സവമായ നേർച്ച നാടിന്റെ ആകെ ഉത്സവമാണ്. 100-ലേറെ ആനകൾ പങ്കെടുക്കുന്ന വാദ്യമേളങ്ങൾ നിറഞ്ഞ ആഘോഷത്തിന്റെ കാഴ്ചകളാണ് പ്രദർശനത്തിലുള്ളത്. പതിറ്റാണ്ടുകൾ മുൻപുള്ള പട്ടാമ്പി നേർച്ചയുടെ ചിത്രങ്ങൾ വരെ നേർക്കാഴ്ച എന്ന പേരിലുള്ള പ്രദർശനത്തിലുണ്ട്. ഇതിൽ ഏറ്റവും പഴക്കമുള്ള, അതായത് പഴയ കാലത്തുള്ള ഒരു ഫോട്ടോ അടക്കം ഇതിലുണ്ട്. നമ്മുടെ മാതൃഭൂമിയുടെ രവിയേട്ടൻ്റെ ശേഖരത്തിലുള്ള കലാ സ്റ്റുഡിയോയിൽ നിന്ന് അന്ന് എടുത്ത ഒരു ഫോട്ടോ ആണ്. അതടക്കം കഴിഞ്ഞ വർഷം വരെയുള്ള ചില ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പലരും ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഹാർഡ് ഡിസ്ക് അടക്കമുള്ള സിസ്റ്റം അടക്കമുള്ളത് ഓപ്പൺ ആവാത്ത ഒരു വിഷയം കൊണ്ടാണ്. അല്ലെങ്കിൽ വളരെ ഏറെ ചിത്രങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും അടുത്തൊരു വർഷം ഇത് നടത്തുന്ന സമയത്ത് വളരെയേറെ ചിത്രങ്ങൾ കുറച്ചുകൂടി കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫോട്ടോഗ്രാഫർമാരുടെയും മാധ്യമപ്രവർത്തകരുടെയും ശേഖരത്തിലുള്ള പട്ടാമ്പി നേർച്ചയുടെ 50ഓളം ചിത്രങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഫോട്ടോ പ്രദർശനം ഒരുക്കിയത്. ആളൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങളുടെ ഓർമ്മയ്ക്കായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ 10.8 കോടി രൂപയുടെ വികസന പദ്ധതി വരികയാണ്. ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റി കോംപ്ലക്സ് കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആശുപത്രിയുടെ സമഗ്ര വികസനം സാധ്യമാക്കുന്നത്. തീരദേശ മേഖലയിൽ ആയിരക്കണക്കിന് ആളുകൾ നിത്യേന വിവിധ ചികിത്സകൾക്ക് വേണ്ടി ആശ്രയിക്കുന്ന ജില്ലയിലെ പ്രധാന കേന്ദ്രമാണ് ചാവക്കാട് താലൂക്ക് ആശുപത്രി.
ജനറൽ മെഡിസിൻ, ഓർത്തോ, ശിശുരോഗ വിഭാഗം തുടങ്ങി വിവിധ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. 15-ലധികം ഡോക്ടർമാരും നഴ്സിംഗ്, പാരാമെഡിക്കൽ സ്റ്റാഫ് ഉൾപ്പെടെ 160-ലധികം ആരോഗ്യ പ്രവർത്തകരാണ് ആശുപത്രിയിലുള്ളത്. മുട്ടുമാറ്റിവെക്കൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ശസ്ത്രക്രിയകൾ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടത്തിവരുന്നതാണ്. ഒരു ദിവസം നൂറുകണക്കിന് രോഗികളുടെ ആശ്രയ കേന്ദ്രമാണ്. അനുദിനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ വികസനത്തിന് വേണ്ടി ഒട്ടേറെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. നബാർഡ് ഫണ്ട് പ്രയോജനപ്പെടുത്തി 1.5 കോടി രൂപയുടെ ഒരു കെട്ടിടം അവിടെ ഇപ്പോൾ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. കാഷ്വാലിറ്റി ബ്ലോക്ക് ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളാണ് ഈ ബ്ലോക്കിൽ വിഭാവനം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ കായകൽപ്പം പുരസ്കാരം 1ാം സ്ഥാനത്തോടെ കരസ്ഥമാക്കിയതും ചാവക്കാട് താലൂക്ക് ആശുപത്രിയാണ്. ചാവക്കാട് താലൂക്ക് ആശുപത്രി നിരവധി സാധാരണ പാവപ്പെട്ട മനുഷ്യർ ആശ്രയിക്കുന്ന ഒരു ആതുരാലയമാണ്. ഈ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ വലിയ തോതിലാണ് നഗരസഭയും ഗുരുവായൂർ MLA ശ്രീ NK അക്ബറും സംസ്ഥാന സർക്കാരും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി തീരദേശത്തെ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ വിപുലമായ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ആശുപത്രി എന്നത് യാഥാർത്ഥ്യമാകുന്നതാണ്. കാഷ്വാലിറ്റി കോംപ്ലക്സ് നിർമ്മാണം ആശുപത്രിയുടെ വികസന പാതയിൽ പുതിയ നാഴികക്കല്ലാവുകയാണ്. രോഗികൾക്ക് മെച്ചപ്പെട്ട സൗകര്യവും ഫലപ്രദമായ ചികിത്സയും നൽകാൻ ഇത് വഴിവെക്കും. ന്യൂസ് 18 ഗുരുവായൂർ. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ മുക്കം കടവ് പാലത്തിനടുത്ത് സ്വകാര്യ വ്യക്തി റോഡ് കയ്യേറി നിർമ്മാണം നടത്തുന്നതായി പരാതി. റോഡ് കയ്യേറ്റത്തിനെതിരെ നാട്ടുകാർ ജനകീയ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. കാരശ്ശേരി പഞ്ചായത്തിലെ മുക്കംകടവ് കാരിക്കണ്ടി റോഡിലെ മുക്കംകടവ് പാലത്തിനടുത്ത് റോഡ് കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനത്തിനെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. നിലവിൽ 8 മീറ്റർ വീതിയുള്ള റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ നിർമ്മാണം ആരംഭിച്ചതോടെ റോഡിന്റെ വീതി കുറഞ്ഞതായി നാട്ടുകാർ പറയുന്നു. 8 മീറ്റർ റോഡ് ബേസ്മെന്റ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് ഈ സടക്ക് യോജന എന്ന് പറഞ്ഞ കേന്ദ്ര ഫണ്ട് ഇവിടെ വന്നത്. ഇപ്പൊ ഇവർ പറയുന്നത് അത്ര ഇല്ല എന്നാ പറയുന്നത്. അവരെ ബിൽഡിംഗ് പണി നടക്കുന്നതിന് ഈ റോഡും കൂടി കൈയേറുന്ന ഒരു അവസ്ഥയിലേക്ക് അപ്പം ഉള്ളത്. അത് മാറ്റിയിട്ട് ഞങ്ങൾക്ക് ഈ റോഡ് സംരക്ഷിച്ചുകൊണ്ട് അവരെ ഭൂമിയിൽ അവർ ചെയ്തോട്ടെ. അതിന്റെ നിയമാനുസൃതമായിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ അവർ ചെയ്തോട്ടെ. ഒരു ബിൽഡിങ്ങിന് ഒരു നിയമം ഉണ്ടല്ലോ, ആ നിയമം അനുസരിച്ച് അവർ ചെയ്തോട്ടെ. പക്ഷേ ഈ റോഡ് 8 മീറ്ററിൽ നിലനിർത്തലുള്ള ആവശ്യമാണ്. അതില്ലെങ്കിൽ ഇവിടെ ഈ ഏരിയയിലുള്ള ഇനി വരാൻ പോകുന്ന വികസനം കൂടി ഇതിനോട് നിന്നുപോകും. കെട്ടിട നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ പരാതിയുമായി രംഗത്തെത്തിയതോടെ ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. റോഡ് യാഥാർത്ഥ്യമാവുന്നതിനായി പ്രദേശവാസികൾ സൗജന്യമായാണ് സ്ഥലം വിട്ടു നൽകിയത്. എന്നാൽ കെട്ടിട നിർമ്മാണം നടക്കുന്ന സ്ഥലമൊഴിച്ച് ബാക്കി എല്ലായിടത്തും 8 മീറ്റർ വീതിയുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. സർവേ നടത്തിയതിനു ശേഷം മാത്രമേ പ്രവൃത്തി നടത്താൻ അനുവദിക്കാവൂ എന്നും നാട്ടുകാർ പറയുന്നു. അതേസമയം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് അനുമതി നേടിക്കൊണ്ടാണ് നിർമ്മാണം നടക്കുന്നതെന്ന് കെട്ടിട ഉടമയും അറിയിച്ചു. ന്യൂസ് 18 മുക്കം. തിരുവനന്തപുരം കൈമനം അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മസ്ഥാന ക്ഷേത്ര പ്രതിഷ്ഠാ വാർഷികം നടന്നു. വേദിയിൽ വെച്ച് അമൃതശ്രീ അംഗങ്ങൾക്കുള്ള വസ്ത്രങ്ങളും പ്രവർത്തന സഹായധനവും മാതാ അമൃതാനന്ദമയി വിതരണം ചെയ്തു. തുടർന്ന് നടന്ന ഭജനയിലും ധ്യാനത്തിലും നിരവധി ഭക്തർ പങ്കെടുത്തു. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.